ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കേസെടുത്തു പോലീസ്. വിവാഹ വാഗ്ദാനം നൽകി പീഡനം, അശാസ്ത്രീയമായ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ്. ഭീഷണിപ്പെടുത്തിയതിനും അസഭ്യം പറഞ്ഞതിനും വകുപ്പുകൾ ചുമത്തി. കേസ് വലിയമല പോലീസ് നേമം പോലീസിന് കൈമാറി. ഡിജിറ്റൽ തെളിവുകൾക്ക് പുറമെ മെഡിക്കൽ രേഖകളും തെളിവായി ശേഖരിക്കും. യുവതിയുടെ രഹസ്യമൊഴി ഇന്നു രേഖപ്പെടുത്തും എന്നാണ് അറിയുന്നത്. അതിനായി കോടതിയിൽ അപേക്ഷ നൽകും. പരാതിക്ക് പിന്നാലെ ഒളിവിൽ പോയ രാഹുലിനെതിരെ പത്തനംതിട്ടയും പാലക്കാടും കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ്. രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് ഡിവൈഎഫ്ഐയുടെയും BJP-യുടെയും മറ്റു സംഘടനകളുടെയും നീക്കം. റോഷി പാലും ഇക്ബാലുൽ അറക്കലും ഗോകുൽനാഥും TV പ്രസാദും തത്സമയം നമുക്ക് ചേരുന്നുണ്ട് വിവിധയിടങ്ങളിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ആദ്യം റോഷിയിലേക്ക് നമ്മൾ പോകുന്നു. റോഷി, അങ്ങനെ FIR ഇട്ടിരിക്കുന്നു. പരാതി എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു. ഇതാ പരാതി. അത് മുഖ്യമന്ത്രിയുടെ കയ്യിൽ, അത് ADGP-യുടെ കയ്യിലേക്ക് എത്തി. ക്രൈംബ്രാഞ്ച് വലിയമല പോലീസിൽ ഈ കേസ് അന്വേഷിച്ച് പ്രാഥമികമായി ഒരു FIR ഇട്ട് ആ FIR ഇപ്പോൾ നേമം പോലീസിന് കൈമാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗുരുതരമായ വകുപ്പുകളാണോ FIR-ൽ? റോഷി, ഗുഡ് മോർണിംഗ്. മോർണിംഗ് അരുൺകുമാർ. അതീവ ഗൗരവത്തോടെ തന്നെയാണ് പോലീസ് ഈ യുവതിയുടെ പരാതിയെ കണ്ടത്. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി തന്നെ മൊഴി രേഖപ്പെടുത്തി അതിരാവിലെ തന്നെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം വേഗത്തിലാക്കുന്നത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്തുക എന്നതാണ് പ്രധാനം. ഇന്നലെ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ പാലക്കാട്ട് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പമുള്ളവരുടെയൊക്കെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എന്നാലും അവർ കണ്ടെത്താനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുണ്ട്. പത്തനംതിട്ടയിലോ പാലക്കാട്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്നു എന്ന കണക്കുകൂട്ടലാണ്. അതിനൊപ്പം തന്നെ മറ്റെവിടേക്കെങ്കിലും കേരളം വിട്ടോ എന്ന ഒരു സംശയവുമുണ്ട്. ആ സാധ്യതയൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ നൽകാനുള്ള സാധ്യതയുണ്ട്. അതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിലെ വലയിലാക്കാനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുണ്ടാകും. ഒരുപക്ഷെ വേഗത്തിൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു വനിതാ IPS ഓഫീസറുടെ നേതൃത്വത്തിലായിരിക്കും ഒരുപക്ഷെ പ്രത്യേക അന്വേഷണ സംഘം. ഈ നൽകിയ പരാതിക്കൊപ്പം തന്നെ പ്രധാനമായ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ യുവതി മുഖ്യമന്ത്രി കൈമാറിയിരുന്നു. ആ ഡിജിറ്റൽ തെളിവുകൾ അടിസ്ഥാനമാക്കി തന്നെയാണ് നൽകിയ മൊഴിയുടെയൊക്കെ അടിസ്ഥാനമാക്കി തന്നെയാണ് FIR രജിസ്റ്റർ ചെയ്തതും പ്രധാനപ്പെട്ട വകുപ്പുകൾ ഉൾപ്പെടുത്തിയതും. ഏതായാലും ജീവപര്യന്തം വരെ ലഭിക്കാൻ സാധ്യതയുള്ള വകുപ്പുകൾ ചുമത്തിയെന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇന്നലെ രാത്രി 3 മണിക്കൂർ മൊഴിയെടുത്തു. വൈകാരികമായാണ് പെൺകുട്ടി മൊഴി നൽകിയത്. അവർ കഴിഞ്ഞ കാലങ്ങളിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും അനുഭവിച്ച ക്രൂരമായ പീഡനത്തിന്റെ വിവരങ്ങളാണ് മൊഴിയിൽ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള അപേക്ഷ നൽകാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അതിന് തൊട്ടുപിന്നാലെ മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വേഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലും സംഘവും തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യത കൂടി അന്വേഷണ സംഘം മുൻകൂട്ടി കാണുന്നുണ്ട്. നേരത്തെ ശബ്ദം പുറത്തു വന്നപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തിയ പരിശോധനയിൽ മറ്റു പ്രധാനപ്പെട്ട ചില തെളിവുകൾ ലഭിച്ചിരുന്നു. ഫോൺ വിശദാംശങ്ങൾ അടക്കം ശേഖരിച്ചതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഈ കേസിൽ ഈ മരുന്ന് ഈ പെൺകുട്ടിക്ക് എത്തിച്ച ഈ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ച കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ യുവ വ്യവസായിയായ സുഹൃത്തുമുണ്ട്. ആ സുഹൃത്തു കൂടി കേസിൽ പ്രതിയാകാൻ സാധ്യതയുണ്ട്. ഇക്കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ വ്യക്തത വരും. കൃത്യമായ അന്വേഷണമായിരിക്കും നടക്കുക. കാരണം പരാതിക്ക് അത്രയേറെ ഗൗരവമുണ്ട്. ആ ഗൗരവം കണക്കിലെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ തന്നെ കൂടുതൽ പെൺകുട്ടികൾ പരാതിയുമായി മുന്നോട്ട് വരുമെന്ന കണക്കുകൂട്ടൽ അന്വേഷണ സംഘത്തിനുണ്ട്. ഏതായാലും മറുഭാഗത്ത് രാഷ്ട്രീയ സംരക്ഷണം